മീൻ കറി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഒരേ രുചിയാണ് കിട്ടുന്നത്. എന്നാൽ ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ രുചിയൂറും ഒരു മീൻ കറി ഉണ്ടാക്കിയാലോ. കുറേ നാളുകൾക്ക് ശേഷമാണ് നമുക്കിന്ന് കുറച്ച് നല്ല മീൻ കിട്ടിയത്. നല്ല ഫ്രഷ് മീനൊക്കെ കിട്ടാറുണ്ട്, പക്ഷെ എങ്ങനെ കറി വെച്ചാലും ഒരു ടേസ്റ്റ് ഉണ്ടാകാറില്ല. ഇന്ന് നല്ലൊരു മീൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു നല്ല അടിപൊളി കറി തന്നെ ഉണ്ടാക്കിയാലോ. ഇന്ന് നമുക്ക് കിട്ടിയ മീൻ കറ്റിലയാണ്, പുതിയാപ്പിള കറ്റില. ആ കറ്റില തേങ്ങ അരച്ച് കറി വെച്ചാൽ നല്ല ടേസ്റ്റായിരിക്കും. ഇനി എങ്ങനെ നമ്മൾ കറി എങ്ങനെ വെക്കുന്നതെന്ന് കാണിച്ചു തരാം. മീനൊക്കെ നല്ലവണ്ണം മുറിച്ച് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ തേങ്ങയും ചിരണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു മൺചട്ടി വെച്ച് അതിലേക്ക് ഒരു വലിയ ടേബിൾ സ്പൂൺ തന്നെ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയൊക്കെ നല്ലവണ്ണം ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉലുവ വളരെ കുറച്ച് ചേർത്താൽ മതിയേ. ഉലുവയൊക്കെ നല്ലവണ്ണം പൊട്ടി വന്നപ്പോൾ നമ്മൾ 2-3 കഷ്ണം ഇഞ്ചി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇഞ്ചി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുത്തതാണ്. അതും നല്ലവണ്ണം വഴറ്റി വന്നപ്പോൾ പിന്നെ ഒരു 5-8 ചെറിയ ഉള്ളി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളിയും ഇഞ്ചിയും എല്ലാം കൂടി ചേർത്ത് നല്ലവണ്ണം വഴറ്റി വന്നപ്പോൾ ഒരു 4 പച്ചമുളക് നീളത്തിലരിഞ്ഞത് കൂടി ചേർത്ത് കൊടുത്ത് പിന്നെ ഒരു തക്കാളിയും കൂടി ചേർത്ത് കൊടുത്ത് നല്ലവണ്ണം വഴറ്റിയെടുക്കണേ. അതിൻ്റെ പച്ചമണമൊക്കെ മാറിക്കഴിഞ്ഞാൽ മാത്രം മല്ലിപ്പൊടിയോ മുളക് പൊടിയോ ഒന്നും ചേർത്തിട്ടില്ല. എല്ലാം കൂടിയുള്ള ഒരു ഫിഷ് മസാലയാണ് ചേർത്ത് കൊടുത്തത്. ഫിഷ് മസാലയാവും മറ്റുള്ള ഒരു മസാലക്കൂട്ടും ചേർക്കേണ്ട ഒരാവശ്യമില്ലല്ലോ. ഫിഷ് മസാല കൂടി ചേർത്ത ശേഷം നല്ലവണ്ണം വഴറ്റിയ ശേഷം തീ ഓഫ് ചെയ്ത് നല്ലവണ്ണം ഈ മസാലക്കൂട്ടൊന്ന് തണുത്ത് വരട്ടെ. തണുത്തതിന് ശേഷം നമ്മൾ തേങ്ങയും ഈ മസാലക്കൂട്ടും എല്ലാം കൂടി ഒരു മിക്സിയുടെ ജാറിലിട്ട് നല്ലവണ്ണം അരച്ചെടുക്കണം. ഒട്ടും തരിതരിപ്പൊന്നും ഉണ്ടാകാൻ പാടില്ലേ. പിന്നെ നമുക്ക് പെരുംജീരകം കുറച്ച് ഇഷ്ടമുള്ളത് കൊണ്ട് കുറച്ച്, അതായത് 1/4 ടീസ്പൂണും ഇല്ല, ഒരു നുള്ള് പെരുംജീരകം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പെരുംജീരകം ചേർത്ത മീൻകറിക്ക് നല്ല ടേസ്റ്റായിരിക്കും. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ ആ ബെല്ലൈക്കനും കൂടി ഒന്ന് അമർത്തിയേക്കണേ. നിങ്ങൾക്ക് എൻ്റെ എല്ലാ വീഡിയോസും കിട്ടണമെങ്കിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് അമർത്തിയേക്കണേ. അങ്ങനെ തേങ്ങയൊക്കെ നല്ലവണ്ണം അരച്ചെടുത്ത് നമ്മൾ ആ ചട്ടിയിൽ തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കൂടെ അതിൽ കഴുകിയ വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതുവരെ നിങ്ങൾ ഇങ്ങനെ ഒരു കറി ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അത്രയ്ക്ക് ടേസ്റ്റിയാണ്, വളരെ എളുപ്പവുമാണ് ഇതുണ്ടാക്കാൻ. മീൻ നല്ലതല്ലെങ്കിൽ ഒരിക്കലും എങ്ങനെ മീൻ കറി ഉണ്ടാക്കിയാലും ടേസ്റ്റ് ഉണ്ടാവില്ല. അഥവാ മീൻ നല്ലതാണെങ്കിൽ എങ്ങനെ ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റുമായിരിക്കും. എൻ്റെ ഈ അഭിപ്രായത്തോട് യോജിക്കുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അരപ്പൊക്കെ ചട്ടിയിലാക്കിയ ശേഷം നമ്മൾ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി ഒന്ന് നല്ലവണ്ണം തിളച്ച് വരട്ടെ. ഇങ്ങനെ കറി ഉണ്ടാക്കിയാൽ മീൻ ചേർക്കണമെന്നുമില്ല. മീൻ ചേർക്കാതെയും തക്കാളിക്കറിയായി ഇത് ഉപയോഗിക്കാൻ പറ്റും. അരപ്പൊക്കെ നല്ലവണ്ണം തിളച്ച് വരട്ടെ. അരപ്പൊക്കെ ചെറുതായി തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് ഉപ്പുണ്ടോയെന്നെല്ലാം നോക്കട്ടെ. ഉപ്പുണ്ടോയെന്ന് നോക്കിയപ്പോഴാണ് ഉപ്പ് ചേർക്കാൻ മറന്നു പോയ കാര്യം അറിഞ്ഞത്. അതുകൊണ്ട് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ ഒരേ ഒരു കുടംപുളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് മാത്രം ചേർത്താൽ മതി. ഈ മീൻകറിക്ക് അധികം പുളി വേണ്ട. അധികം പുളിയായാൽ മീൻകറിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോകും. അതുകൊണ്ടാണ് ഒരേ ഒരു കുടംപുളി ചേർത്ത് കൊടുത്തത്. പിന്നെ കറിയൊക്കെ നല്ലവണ്ണം തിളച്ച് വന്ന് ആ പുളി കൂടി ഒന്ന് മാറ്റിയേക്കണേ. കറിയിൽ നിന്ന് മാറ്റിയേക്കണം, അല്ലെങ്കിൽ പുളി കൂടുതലായിപ്പോവും. നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്കും കമൻറ്റും ഷെയറും എല്ലാം ഒന്ന് ചെയ്തേക്കണേ. മീൻ കറിയൊക്കെ നന്നായി തിളച്ച് വരുന്നുണ്ട്. മീൻ ഒട്ടും വേവില്ലാത്തത് കൊണ്ട് തന്നെ നല്ലവണ്ണം മീനും വെന്തിട്ടുണ്ടാകും. കറിയൊക്കെ നല്ലവണ്ണം വെന്തതിന് ശേഷം നമ്മൾ വെളിച്ചെണ്ണയിൽ തന്നെ കുറച്ച് ഉള്ളി വഴറ്റി അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയേ. അങ്ങനെ നമ്മൾ അടിപൊളി മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആ പുളിയൊന്ന് മാറ്റാം. ഒരിക്കൽ കൂടി പറയുകയാണ്, ലൈക്കും കമൻറ്റും ഷെയറും എല്ലാം ഒന്ന് ചെയ്തേക്കണേ. നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും വരുന്നത് വരെ തൽക്കാലം നമ്മൾ പോകുന്നു. ടാറ്റാ, ബൈ ബൈ.